dear students, welcome to Algorithmic Thinking with Python Module 4. അപ്പോൾ നമ്മൾ ഇന്ന് Module 4ന്റെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് ആണ് നോക്കാൻ പോകുന്നത്. With the help of brute force approach, implement a program to find all the occurrences of a particular pattern within a given text. അതായത് ഒരു ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ കണ്ടെത്തണം. അത് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് വെച്ചിട്ട് കണ്ടെത്താനാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ടെന്ന് കരുതുക, വെൽക്കം എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ടെന്ന് കരുതുക. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പാറ്റേൺ കണ്ടെത്താം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് LCO, ഇതിനുള്ളിലുള്ള ഒരു പാറ്റേൺ ആണ് LCO. ഈ LCO ഇതിൽ നിന്ന് കണ്ടെത്തണം. LCO എന്നുള്ള ഒരു പാറ്റേൺ ഈ വെൽക്കം എന്നുള്ള സ്ട്രിങ്ങിനകത്ത് പ്രസന്റ് ആണോ അല്ലേ എന്നുള്ളത് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടെത്തണം. അപ്പോൾ അതിന്റെ ലോജിക്കാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള സ്ട്രിങ് എങ്കിൽ നിങ്ങൾക്കറിയാം ഓരോ ലൊക്കേഷനിലും ഓരോ ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യുക അല്ലേ? ഓരോ ലൊക്കേഷനിലും ഓരോ ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യുക. ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്താ പറയുന്നത്? നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം LCOയുടെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് 3 ആണ് അല്ലേ? സോ ആദ്യം ഇതിൽ നിന്ന് ഫസ്റ്റ് 3 ക്യാരക്ടർ എടുത്ത് നോക്കുക. അത് LCO ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ല. പിന്നെന്താണ്, അടുത്ത 3 ക്യാരക്ടർ എടുക്കുക. അത് LCO ആണോ ചെക്ക് ചെയ്ത് നോക്കുക. അതും അല്ല. അടുത്ത 3 ക്യാരക്ടർ എടുത്ത് നോക്കുക അല്ലേ? ഈ ഒരു ഫ്രെയിം അത് LCO ആണ്. അപ്പം എന്തായി, നമ്മൾ ആ എലമെന്റ് കണ്ടെത്തി അല്ലേ? നിങ്ങൾക്ക് പ്രോഗ്രാം വേണമെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം, വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത 3 ക്യാരക്ടർ ചെക്ക് ചെയ്ത് നോക്കാം, പിന്നെ 3 ക്യാരക്ടർ, അങ്ങനെ എൻഡ് വരെ പോവുക. അപ്പോൾ ഓരോ ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്യാം. ആ ഫ്രെയിമിനുള്ളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട പാറ്റേൺ അവൈലബിൾ ആണോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇനി പ്രോഗ്രാം ആക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ അൽഗോരിതം ആണ് ഈ കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്സ് ടു ബി ഫോളോഡ്. സ്റ്റാർട്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിന്റെ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങണം. ചെക്ക് ഫോർ എ മാച്ച്. ഒരു മാച്ച് കണ്ടെത്തുക, അതായത് കമ്പയർ ചെയ്ത് നോക്കുക, എന്തെങ്കിലും മാച്ച് ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്ത് നോക്കുക. മൂവ് ടു ദി നെക്സ്റ്റ് പൊസിഷൻ. അടുത്ത പൊസിഷനിലോട്ട് മൂവ് ചെയ്യുക. റിപ്പീറ്റ് സ്റ്റെപ്പ് 2 and 3. ഇതേ കാര്യം എന്ത് ചെയ്യാം, സ്റ്റെപ്പ് 2 and 3 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഏതുവരെ പോകണം? എൻഡ് വരെ പോകണം. നമ്മൾ തൊട്ട് മുമ്പ് വെച്ച് പറഞ്ഞ കാര്യം ഒരു അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലേ? ഇതൊരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആരെങ്കിലും കോൾ ചെയ്യണം. കോൾ ചെയ്യാണ്ട് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി നമ്മുടെ കയ്യിലുള്ള ഒരു സ്ട്രിങ് ആണ് ABACDA BABCA BAB. നമ്മൾ നേരത്തെ വെൽക്കം എന്ന് എഴുതിയ പോലെ തന്നെ ഇവിടെ ഇൻപുട്ട് ആയിട്ട് ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്യേണ്ട പാറ്റേൺ എന്താണ്? ABABC ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. ABABC ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. അതിന് നിങ്ങളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. ഫംഗ്ഷന്റെ പേര് BF_match എന്നുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. അത് കോൾ ചെയ്യുമ്പോൾ കൺട്രോൾ ഇങ്ങോട്ട് വരും, ഈ ഫംഗ്ഷനിലോട്ടാണ് വരിക. ആർഗ്യുമെന്റ് ആയിട്ട് 2 കാര്യമാണ് പാസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്, അതായത് ഈ ഒരു സ്ട്രിങ്. രണ്ടാമത്തത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട പാറ്റേൺ എന്താണോ അത് 2 ആർഗ്യുമെന്റ് ആണ് അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അപ്പൊ അവിടെ റിസീവ് ചെയ്യുന്നത് ടെക്സ്റ്റും പാറ്റേണും ഇവിടെ റിസീവ് ചെയ്യും. ടെക്സ്റ്റ് ആയിട്ട് എന്ത് വരും? ABACDA BABCAB AB. ആ ഒരു സ്ട്രിങ് ആണ് ടെക്സ്റ്റ് ആയിട്ട് വരിക. പാറ്റേൺ ആയിട്ട് ABABC എന്നുള്ള പാറ്റേണും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ള സ്ട്രിങ്ങിനകത്ത് പാറ്റേൺ എന്നുള്ള പാറ്റേൺ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ABABC എന്നുള്ളത് ടെക്സ്റ്റിനകത്ത് പ്രസന്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ മെയിൻ സ്ട്രിങ് എന്താണോ അതിന്റെ ലെങ്ത്തും നമുക്ക് പാറ്റേണിന്റെ ലെങ്ത്തും എന്ത് ചെയ്യണം? ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതിന് നിങ്ങൾക്ക് LEN ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കണ്ടെത്താം. നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെൽക്കം ഉണ്ടെന്ന് കരുതുക. തൽക്കാലം നമ്മുടെ ഈ പാറ്റേൺ അവിടെ നിൽക്കട്ടെ. ഈ വെൽക്കം ഇതാണ് നമ്മുടെ കയ്യിലുള്ള മെയിൻ സ്ട്രിങ്. നമ്മുടെ അടുത്തുള്ള പാറ്റേൺ എന്താണ്? നമുക്ക് സെർച്ച് ചെയ്യേണ്ട പാറ്റേൺ എന്താണ്? LCO ആണ് നമ്മുടെ കയ്യിലുള്ള പാറ്റേൺ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ലെങ്ത് ആദ്യം കണ്ടുപിടിക്കണം. ലെങ്ത് എത്രയാണ്? ഇതിന്റെ ലെങ്ത് പറഞ്ഞാൽ 1 2 3 4 5 6 7 അല്ലേ? മെയിൻ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇതിന്റെ ലെങ്ത് എത്രയാണ്? 1 2 3. ഇതിന്റെ പാറ്റേൺ ലെങ്ത്തിന്റെ 3 ആണ്. അപ്പൊ നമുക്ക് ഇനി ഈ പാറ്റേൺ നമുക്ക് സെർച്ച് ചെയ്യണം.
അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പോകണം. അത് എത്ര ടൈംസ് ഇങ്ങനെ ഫ്രെയിം മാറ്റി മാറ്റി കൊണ്ടേയിരിക്കണം അത് ആദ്യം കണ്ടുപിടിക്കണം. അതിനാണ് ലൂപ്പ് യൂസ് ചെയ്യുന്നത് ഇവിടെ. സോ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് നമുക്ക് ഏതുവരെ പോകണം? n-1 + 1 വരെ പോകേണ്ടി വരും. അതായത് 0 മുതൽ റേഞ്ച് ഫംഗ്ഷൻ എന്താ ചെയ്യുക? 0 മുതൽ എൻഡ് വരെ പോകണം അല്ലെ? 0 മുതൽ എൻഡ് വരെ പോകണം. അപ്പൊ അത് ഏതുവരെ പോകണം എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ n-ന്റെ വാല്യൂ എത്രയാണ്? 7 ആണ്. m-ന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. സോ 7 - 3 എത്രയാണ്? 4. 4 + 1 5. സോ 0 മുതൽ ഇൻഡെക്സ് 5 വരെ പോകണം. 0 മുതൽ ഇൻഡെക്സ് 5 വരെ. 7 - 3 4 ആണ്. 4 + 1 5. സോ 0 മുതൽ 5 വരെ, അതായത് 0 1 2 3 4 5, അതായത് 6 പ്രാവശ്യം ഈ ഫ്രെയിമിനെ മൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ഈ 3 ക്യാരക്ടർ ചെക്ക് ചെയ്യും അല്ലേ? ഇത് ഒരു പ്രാവശ്യമായി. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. നാലാമത്തെ പ്രാവശ്യം ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. അഞ്ചാമത്തെ പ്രാവശ്യം ഇങ്ങനെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 7 - 3 + 1 ആണ് ചെയ്യുന്നത്. സോ 4 + 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു റേഞ്ച് ഫംഗ്ഷൻ എന്താ ചെയ്യുക? നിങ്ങളുടെ നമ്പർ എത്രയാണോ അതേ -1 വരെയാണ് പോവുക. അപ്പൊ ഇവിടെ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ടൈംസ് ആയി? 4 ടൈംസ് എക്സിക്യൂട്ട് ആവും. അതിൽ നമുക്കിവിടെ കിട്ടിയേണ്ടത് 1 2 3 4 സോറി 1 2 1 2 3 4 5 പ്രാവശ്യം പോകേണ്ടി വരും അല്ലേ? 5 പ്രാവശ്യം പോകണം. ഇവിടെ 7 - 3 4 4 + 1 5 കിട്ടി. പക്ഷെ നമ്മൾ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കിവിടെ 4 വരെയാണ് പോകേണ്ടത്. 0 1 2 3 4 എത്ര പ്രാവശ്യമായി? 5 പ്രാവശ്യമായി. നമുക്ക് ഈ കിട്ടിയ ഫ്രെയിം 5 പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളത്? 1 2 3 4 5. അപ്പൊ അത് കൺഫ്യൂഷൻ ആവരുത്. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ മെയിൻ സ്ട്രിങ് മൈനസ് പാറ്റേൺ സൈസ് +1 അതാണ് കൊടുക്കേണ്ടത്. അപ്പോഴേ അത്രയും എൻഡ് വരെ ആ ഫ്രെയിം മൂവ് ചെയ്ത് പോവുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അതിനകത്ത് നിന്ന് ഓരോരോ പാറ്റേൺ എടുക്കണം അല്ലേ? മെയിൻ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ആണ് നമ്മളെ മെയിൻ സ്ട്രിങ്. അതിൽ നിന്ന് i മുതൽ i + m വരെ എടുക്കണം. i മുതൽ i + m വരെ. iന്റെ വാല്യൂ ഇനീഷ്യലി എന്താണ്? 0 ആണ്. സോ ഫസ്റ്റ് ഇറ്ററേഷനിൽ 0 മുതൽ 3 ക്യാരക്ടർ എടുക്കും. 0 + m എന്ന് പറഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 0 മുതൽ 3 ക്യാരക്ടർ. ഓക്കെ, 0 മുതൽ 3 ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 0 1 2, അതായത് 0 1 2. സോ WEL ആണ് ഫസ്റ്റ് എടുക്കുക. അതും നമ്മുടെ പാറ്റേണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ആ പർട്ടിക്കുലർ പൊസിഷനിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്യാരക്ടർ എടുക്കും. ഐന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ആവും അല്ലേ? ഇവിടെ റേഞ്ച് ഫംഗ്ഷനിൽ ഐന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആയിട്ടാണ് അടുത്ത ക്യാരക്ടർ എടുക്കുക. പിന്നെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടതാണ് ELC ആണ് സെർച്ച് ചെയ്യേണ്ടത്. ELCയും ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പാറ്റേൺ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എൻഡ് വരെ പോകും. അപ്പൊ ഇതൊരു ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിവൈഡ് ആൻഡ് കോൺക്വർ അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിംഗ്, ഗീവ് ആൻ എക്സാമ്പിൾ. രണ്ടാമത്തെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡാണ് ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ്. ഇത് ആ വേർഡിനകത്ത് തന്നെ ഉണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. ഫസ്റ്റ് മെത്തേഡ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സെക്കൻഡ് മെത്തേഡ് ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ്. എന്താണ് ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ആദ്യം നമുക്ക് കിട്ടിയ പ്രോബ്ലത്തെ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഡിവൈഡ് ചെയ്തതിനെ സോൾവ് ചെയ്യണം. എന്നിട്ട് സോൾവ് ചെയ്യാൻ കോൺക്വർ ചെയ്യുക, പിന്നെ മെർജ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു ടാസ്ക് ഉണ്ട് ചെയ്യാൻ, വലിയൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്. നിങ്ങൾ ആ പ്രോബ്ലത്തെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ചെറിയ ചെറിയ കുഞ്ഞു ടാസ്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ കുഞ്ഞു ടാസ്കുകൾ, ചെറിയ ടാസ്കുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക?
പിന്നെ ഇതെല്ലാം കൂടിയും കിട്ടിയ റിസൾട്ട് എല്ലാം കൂടി മെർജ് ചെയ്തിട്ട് ആ വലിയൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. മനസ്സിലായല്ലോ? So breaking a larger problem into smaller sub-problems, solving them independently and combining their solutions to solve the original problem. ഇതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് പറയുന്നത്. So here the problem is solved recursively. റിക്കേഴ്സീവ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞ റിക്കേഴ്സീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വരുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഡിവൈഡ്, കോൺകർ, കമ്പൈൻ. ഈ 3 സ്റ്റെപ്പുകളാണ് മെയിനായിട്ടും ഇതിനകത്ത് വരുന്നത്. ഡിവൈഡ് ഓൾറെഡി നിങ്ങൾക്കറിയാം. കോൺകർ എന്ന് പറഞ്ഞാൽ കീഴടക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലേ? അതായത് കോൺകർ എന്ന് പറഞ്ഞാൽ കീഴടക്കുക, അതായത് സോൾവ് ചെയ്യുക, ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. പിന്നെ കമ്പൈൻ ചെയ്യുക. സോ ഡിവൈഡിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ദ ഒറിജിനൽ പ്രോബ്ലം ഇൻ ടു smaller sub-problems. So here each sub-problem should represent a part of the overall program അല്ലെങ്കിൽ പ്രോബ്ലം. ആ വലിയൊരു ടാസ്കിന്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുക? സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഓരോരോ കുഞ്ഞു പ്രോബ്ലം റെപ്രസെന്റ് എ പാർട്ട് ഓഫ് ദി ഓവറോൾ പ്രോബ്ലം. So the goal is to divide the problem until no further division is possible. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഡിവിഷൻ പോസിബിൾ ആവാൻ പാടില്ല. അതുവരെ ചെറിയ ഡിവിഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? സെക്കൻഡില് കോൺകർ ചെയ്യാം. നമ്മളിപ്പോൾ ചെറിയ ചെറിയ ടാസ്ക് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോരോ ടാസ്കിന് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സോ സോൾവ് ഈച്ച് ഓഫ് ദി സ്മോളർ സബ് പ്രോബ്ലംസ് ഇൻഡിപെൻഡന്റ്ലി. If a subproblem is small enough, we solve it directly without further recursion. ഇതാണ് ഇവിടെ ചെയ്യേണ്ട ടാസ്ക്. The goal is to find solution for these subproblems independently. Okay. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ കമ്പൈൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്തു, ദെൻ ഓരോരോ ഇൻഡിപെൻഡന്റ് പ്രോബ്ലം സോൾവ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിനെ കമ്പൈൻ ചെയ്യണം. So combine the subproblems to get the final solution of the whole problem. സോ ഇതാണ് ഇവിടെ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. വൺസ് ദ സ്മോൾ സബ് പ്രോബ്ലംസ് ആർ സോൾവ്ഡ്, വി റിക്കഴ്സീവ്ലി കമ്പൈൻ ദെയർ സൊല്യൂഷൻസ് ടു ഗെറ്റ് ദി സൊല്യൂഷൻസ് ഓഫ് ദി ലാർജ് പ്രോബ്ലം. ഇവിടെ എന്താണ് നമ്മുടെ ഗോള്? ഈസ് ടു ഫോർമുലേറ്റ് എ സൊല്യൂഷൻ ഫോർ ദി ഒറിജിനൽ പ്രോബ്ലം ബൈ മെർജിങ് ദ റിസൾട്ട്സ് ഫ്രം ദി സബ് പ്രോബ്ലംസ്. സബ് പ്രോബ്ലംസ് എന്നുള്ള റിസൾട്ട് എല്ലാം മെർജ് ചെയ്തിട്ട് ഫൈനൽ സൊല്യൂഷൻ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് മെർജ് സോർട്ട് അൽഗോറിതം. മെർജ് സോർട്ട് അൽഗോറിതം ഇത് നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിൽ തേർഡ് സെമസ്റ്ററിൽ ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന പേപ്പറിൽ ഈ സോർട്ടിങ് മെത്തേഡൊക്കെ പഠിക്കാനുണ്ട്. അതായത് സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിനെന്ത് ചെയ്യണം? സോർട്ട് ചെയ്യണം, റീഅറേഞ്ച് ചെയ്യണം. ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യണം. അതാണ് സോർട്ടിങ് മെത്തേഡ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെർജ് സോർട്ട് അൽഗോരിതം. പല സോർട്ടിങ് മെത്തേഡ്സ് ഉണ്ട്. ഇൻസേർഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ബബിൾ സോർട്ട്, മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, ഹീപ്പ് സോർട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ സോർട്ടിങ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ വരുന്ന ഒരു സോർട്ടിങ് മെത്തേഡാണ് മെർജ് സോർട്ട് അൽഗോരിതം. മെർജ് സോർട്ട് അൽഗോരിതം പറയുന്നത് എന്താണ്? ഇപ്പം നമുക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എലമെന്റുകളെ സോർട്ട് ചെയ്യണം. അതാണ് മെർജ് സോർട്ടിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ സോർട്ട് ചെയ്യുന്ന മെത്തേഡ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് കിട്ടിയ നമ്പറുകളെ എന്ത് ചെയ്യാം? ആദ്യം ഡിവൈഡ് ചെയ്യും. ഇപ്പൊ 2 ഹാഫ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? 2 ഹാഫ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഏതുവരെ ഡിവൈഡ് ചെയ്യണം? നോ ഫർദർ ഡിവിഷൻ ഈസ് പോസിബിൾ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഡിവൈഡ് ചെയ്യാനുള്ള നമ്പറുകളില്ല. ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ചെറിയ ചെറിയ നമ്പറുകളായി അല്ലേ? അപ്പൊ അതുവരെ ഡിവൈഡ് ചെയ്ത് പോവുക. ഫൈനലി അടുത്ത സ്റ്റെപ്പ് എന്താണ്? കോൺകർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഡിവിഷൻ സ്റ്റെപ്പ് കഴിഞ്ഞു, കോൺകർ ചെയ്യുക. കോൺകർ ചെയ്യുക എന്ന് പറഞ്ഞതാണ് നമ്മളെ കാര്യം എന്താണോ അത് അപ്ലൈ ചെയ്യുക. നമ്മളെ എയിം എന്താണ്? ഇവിടെ ഗോൾ എന്താണ്? സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ. അപ്പൊ ഫസ്റ്റ് ഇവിടെ സോർട്ട് ചെയ്യൽ എന്താണ്? ഈ 2 നമ്പർ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സോർട്ട് ചെയ്യാം. ഈ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? മെർജും കൂടിയും ചെയ്യാം. അപ്പൊ കമ്പയർ ചെയ്ത് സോർട്ട് ചെയ്ത് മെർജ് ചെയ്യാം. അതാണ് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി നേരെ തിരിച്ച് അപ്ലൈ ചെയ്യാം. അതേപോലെ ഇവിടെയും തിരിച്ച് അപ്ലൈ ചെയ്യാം.
അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 7ഉം 5ഉം കമ്പയർ ചെയ്യുമ്പോൾ 5 ആണ് സ്മോളസ്റ്റ്. നമ്മളിവിടെ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യാൻ പോകുന്നത്. അസെൻഡിങ് ഓർഡറിലാണ് ഈ ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് പോകുന്നത്. സോ 7ഉം 5ഉം കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5ഉം 7 ആയിട്ട് മാറും. 2ഉം 4ഉം സോർട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് സോർട്ട് ചെയ്യുമ്പോൾ 2ഉം 4 തന്നെയാണ്, അതിൽ ചേഞ്ച് ഒന്നുമില്ല. 1ഉം 6ഉം അതേപോലെ തന്നെയാണ്. 30നെ 03 ആക്കിയിട്ട് മാറ്റും. അപ്പൊ നമുക്ക് ഒരു സെറ്റ് കഴിഞ്ഞു. ഇനി വീണ്ടും ഇതേ കാര്യം വീണ്ടും അപ്ലൈ ചെയ്യാം. 5 7 2 4 ഇതിനെ സോർട്ട് ചെയ്യുമ്പോൾ 2 4 5 7 കിട്ടും. 1 6 03നെ സോർട്ട് ചെയ്യുമ്പോൾ 0 1 3 6 കിട്ടും. ഫൈനലി ഇത് രണ്ടും കൂടി മെർജ് ചെയ്ത് സോർട്ട് ചെയ്യാം. 0 1 2 3 4 5 6 7 എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇതാണ് മെർജ് സോർട്ട്. ഇതാണ് കമ്പൈൻ ഫേസിനകത്ത് നടക്കുന്നത്. അപ്പൊ അതിന്റെ അൽഗോരിതമാണ് ഈ കൊടുത്തിട്ടുള്ളത്, മെർജ് സോർട്ടിന്റെ അൽഗോരിതം. അപ്പൊ അതിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, മെർജ് സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, ഇതിലാണ് ഡിവിഷൻ നടക്കുന്നത്. അറേനെ ഡിവൈഡ് ചെയ്യണം. സോ ഫസ്റ്റ് കേസിൽ അറേക്കകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് 0യോ അല്ലെങ്കിൽ 1ഓ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം അതിനകത്ത് അറേ ഈസ് ഓൾറെഡി സോർട്ടഡ് ആണ്. കാരണം ഒരു എലമെന്റ് ഉള്ളുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി സോർട്ടഡ് ആണ്. 0 ആണെങ്കിലും എലമെന്റ് ഓൾറെഡി സോർട്ടഡ് ആണ്, ഒന്നും ചെയ്യാനൊന്നുമില്ല. അല്ലെങ്കിൽ അതർവൈസ് ഫൈൻഡ് ദ മിഡിൽ ഇൻഡെക്സ് ഓഫ് ദി അറേ. നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യണം. അപ്പൊ അതിൽ മിഡിൽ ഇൻഡെക്സ് കണ്ടെത്തുക. സ്പ്ലിറ്റ് ദ അറേ ഇൻടു 2 halves ഫ്രം ദ ബിഗിനിങ് ടു ദ മിഡിൽ ആൻഡ് ഫ്രം ദ മിഡിൽ ടു എൻഡ്. അങ്ങനെ രണ്ട് ഹാഫ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഇതിനകത്ത് ഇങ്ങനെ കൊടുക്കണം എന്ന് കേട്ടാ, ബിഗിനിങ് ടു മിഡിലും അടുത്തത് മിഡിൽ പ്ലസ് 1 മുതൽ എൻഡ് വരെ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ അൽഗോരിതം എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും മതി. ദെൻ റിക്കേഴ്സീവ്ലി അപ്ലൈ മെർജ് സോർട്ട്. റിക്കേഴ്സീവ്ലി അപ്ലൈ മെർജ് സോർട്ട് എന്ന് പറഞ്ഞാൽ ഇതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാമെന്നാണ് അതിന്റെ മീനിങ്. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി ലെഫ്റ്റ് ഹാഫ് ഉണ്ട്, റൈറ്റ് ഹാഫ് ഉണ്ട്. ലെഫ്റ്റ് ഹാഫിലും ഒന്നിൽ കൂടുതൽ എലമെന്റ് ഉണ്ട്, റൈറ്റ് ഹാഫിലും ഒന്നിൽ കൂടുതൽ എലമെന്റ് ഉണ്ട്. അതാണ് ഇവിടെ 1 or 0 എലമെന്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ. ഒന്നിൽ കൂടുതൽ എലമെന്റ് വരികയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, ഫൈൻഡ് ദ മിഡിൽ ഇൻഡെക്സ് ഓഫ് ലെഫ്റ്റ് ഹാഫ്, ഫൈൻഡ് ദ മിഡിൽ ഇൻഡെക്സ് ഓഫ് റൈറ്റ് ഹാഫ്. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാം. അഗെയിൻ ഡിവൈഡ് ചെയ്യാം, വീണ്ടും അപ്ലൈ ചെയ്യാം. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്, ഈ മെർജ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ളതാണ്. മെർജ് എന്നുള്ള ഫംഗ്ഷൻ സോർട്ടഡ് ഹാഫ്, മെർജ് ദ ടു സോർട്ടഡ് ഹാഫ്സ് യൂസിങ് മെർജ് ഫംഗ്ഷൻ. ഓക്കെ, അതാണ് അടുത്ത സ്ലൈഡിൽ ചെയ്യുന്നത്. മെർജ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, ക്രിയേറ്റ് എൻ എംപ്റ്റി ലിസ്റ്റ് കോൾഡ് സോർട്ടഡ് അറേ എന്നൊരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ ലിസ്റ്റിനകത്തോട്ട് എന്ത് ചെയ്യുക, സോർട്ട് ചെയ്ത എലമെന്റുകളെ അങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് സോർട്ടഡ് അറേ ആണ് ഫൈനലി നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. സോ വൈൽ ബോത്ത് ഹാഫ് ഹാവ് ദി എലമെന്റ്സ്, കമ്പയർ ദി ഫസ്റ്റ് എലമെന്റ് ഓഫ് ദി ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി ഫസ്റ്റ് എലമെന്റ് ഓഫ് ദി റൈറ്റ് ഹാഫ്. നമുക്ക് ലെഫ്റ്റ് ഹാഫിലും കുറച്ച് എലമെന്റ് ഉണ്ട്, റൈറ്റ് ഹാഫിലും കുറച്ച് എലമെന്റ് ഉണ്ടെന്ന് കരുതുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം. ലെഫ്റ്റ് ഹാഫിലുള്ള ഫസ്റ്റ് എലമെന്റും റൈറ്റ് ഹാഫിലുള്ള ഫസ്റ്റ് എലമെന്റും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പൊ അതിനകത്ത് സ്മോളസ്റ്റ് ഏതായിരിക്കും, ലെഫ്റ്റ് ഹാഫിലുള്ള അല്ലെ, അതിനകത്തുള്ള സ്മോളസ്റ്റ് എലമെന്റ് കാണുക. ഓക്കെ, ലെഫ്റ്റ് ഹാഫിലും സോർട്ടഡ് അറേ ആയിരിക്കും, റൈറ്റ് ഹാഫിലും സോർട്ടഡ് അറേ ആയിരിക്കും. സിംഗിൾ എലമെന്റ് ആണെങ്കിൽ ഓൾറെഡി സോർട്ടഡ് ആണ്, രണ്ട് എലമെന്റ് ആണെങ്കിൽ സോർട്ടഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ലെഫ്റ്റ് ഹാഫിലുള്ള എലമെന്റും റൈറ്റ് ഹാഫിലുള്ള എലമെന്റും ഫസ്റ്റ് എലമെന്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് സ്മോളസ്റ്റ് എലമെന്റ് ഏതാണോ അയാളെ കണ്ടെത്തുക. അതായിരിക്കും ഗ്ലോബൽ സ്മോളസ്റ്റ്, അതായത് എൻറ്റയർ ലിസ്റ്റിനകത്തുള്ള സ്മോളസ്റ്റ് എലമെന്റ്. ഓക്കെ, അതിനെ ഈ സോർട്ടഡ് അറേയിലോട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എലമെന്റ് കിട്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 എലമെന്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാഫിൽ 2 എലമെന്റ് ഉണ്ട്, റൈറ്റ് ഹാഫിൽ 2 എലമെന്റ് ഉണ്ട്. ഇതിൽ ലെഫ്റ്റ് ഹാഫിലുള്ള ഫസ്റ്റ് എലമെന്റും റൈറ്റ് ഹാഫിലുള്ള ഫസ്റ്റ് എലമെന്റും തമ്മിൽ കമ്പയർ ചെയ്യും. അതിൽ സ്മോളസ്റ്റ് ആരാണോ അയാളായിരിക്കും ഗ്ലോബൽ സ്മോളസ്റ്റ്. അതായത് ഈ 4 എലമെന്റിലും സ്മോളസ്റ്റ് അയാളായിരിക്കും. അയാളെ സോർട്ട് അറേയിലോട്ട് ഇടുക. പിന്നെ നമ്മുടെ കയ്യിൽ ഇനി എന്തുണ്ട്, 3 എലമെന്റ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഇയാളാണ് സ്മോളസ്റ്റ് എങ്കിൽ ഇനി നമുക്ക് ലെഫ്റ്റ് ഹാഫിൽ 2 ഉണ്ട്, റൈറ്റ് ഹാഫിൽ 1 ഉണ്ട്. ഇത് തമ്മിൽ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇഫ് ദ ലെഫ്റ്റ് ഹാഫ് സ്റ്റിൽ ഹാസ് എലമെന്റ്സ്, ലെഫ്റ്റ് ഹാഫിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ 2 എലമെന്റ് ഉണ്ട്, അപ്പൻ ദം ടു ദി സോർട്ടഡ് അറേ.
ലെഫ്റ്റ് ഹാഫിൽ എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റ് ഹാഫ് ഹാസ് എലമെന്റ്സ് append them into the sorted array list. If the right half has elements, append them to the sorted array list. Return the sorted array list. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാഫിൽ എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, കമ്പാരിസൺ നടത്തിയിട്ട് എന്ത് ചെയ്യണം, സോർട്ടഡ് അറേയിലോട്ട് ചെറിയ എലമെന്റിനെ കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ സോർട്ടഡ് അറേയിൽ ഫൈനലി എന്തുണ്ടായിരിക്കും, കംപ്ലീറ്റ് എലമെന്റും സോർട്ട് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യാനുള്ളത്. ഇതിന് അഡ്വാൻറ്റേജ് പറയുന്നത് ഒന്ന് സിംപ്ലിസിറ്റി ആണ്. സിംപ്ലിസിറ്റി മീൻസ് ഇത് അൽഗോരിതം അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതാനൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഇന്റേണലി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടേഷൻ കുറെ കൂടുതലുണ്ട്. സോ ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെന്റ്. ഇല്ല, ഈ ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. ഇറ്റ് അലോസ് us ടു സോൾവ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമൊക്കെ ചെറിയ നമ്പർ ഓഫ് സ്റ്റെപ്സ് കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദി അൽഗോരിതംസ് ലൈക്ക് ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട് അൽഗോരിതം. ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫറെന്റ് സോർട്ടിംഗ് മെത്തേഡ്സ് പറഞ്ഞു, അതിനകത്തുള്ള ഒരു മെത്തേഡാണ് ക്വിക്ക് സോർട്ട്. അതിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. ദെൻ എഫിഷ്യൻസി, ലോവർ ടൈം കോംപ്ലക്സിറ്റി ഈസ് കമ്പയർഡ് ടു ഐട്രേറ്റീവ് അപ്രോച്ചസ്. ടൈം കോംപ്ലക്സിറ്റി, അതായത് ടൈം ടേക്കൺ ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം, അതാണ് ടൈം കോംപ്ലക്സിറ്റി, അത് വളരെ കുറവായിരിക്കും. ദെൻ നമ്മൾ മോഡുലാരിറ്റി ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. മോഡുലാരിറ്റി പറഞ്ഞാൽ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതേപോലെ പാരലലിസം, ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും പാരലലി കമ്പ്യൂട്ടറിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്, പെട്ടെന്ന് സോൾവ് ചെയ്ത് കിട്ടും ഞങ്ങൾക്ക് സൊല്യൂഷൻ, അല്ലെ? ഇൻഡിപെൻഡന്റ് ആയിട്ട് പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഇതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്. ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു റിയൽ സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. ഡ്രോബാക്ക് പറയുന്നത് റിക്കേഴ്ഷൻ ഓവർഹെഡ് ആണ്. റിക്കേഴ്സീവ് പ്രൊസീജിയറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അങ്ങനെ റിക്കേഴ്സീവ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് അത് ഓവർഹെഡ് ആണ്. റിക്കേഴ്സീവ് പ്രൊസീജിയർ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഫംഗ്ഷനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ റിസോഴ്സ് ഒക്കെ അലോക്കേഷൻ കൂടുതൽ വേണ്ടി വരും. അതുപോലെ നോട്ട് സൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. നിങ്ങൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന ആപ്ലിക്കേഷനിൽ മാത്രമേ ഈ ഒരു സൊല്യൂഷൻ ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻക്രീസ്ഡ് മെമ്മറി യൂസേജ്, ഞാൻ നേരത്തെ പറഞ്ഞു റിക്കേഴ്സീവ് ഓവർഹെഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൂടുതലാണ്. മെമ്മറി യൂട്ടിലൈസേഷൻ കൂടുതൽ വേണ്ടി വരും. ഓരോ ഫംഗ്ഷൻ കോളിനും മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ദെൻ ഡിഫിക്കൽട്ട് ടു അനലൈസ്, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോളിംഗ് ആണ്. അപ്പൊ അത് അനലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സീക്വൻഷ്യൽ പ്രോഗ്രാമിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അനലൈസ് ചെയ്യാൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പായിട്ട് ഈ ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന ഒരു സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. ഇത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. നിങ്ങൾ എക്സാമിന് എഴുതി വെക്കരുത് കേട്ടോ. അതായത് ഞാൻ ഈ ഒരു സബ്ജക്റ്റ്, ഈ ടോപ്പിക് എടുക്കുന്ന അന്നാണ് എനിക്ക് യൂണിവേഴ്സിറ്റി സീരീസിന്റെ ആൻസർ ഷീറ്റ് ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്ത് ഈ ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആൻസർ ഷീറ്റ് ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബെഞ്ചിൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു റോ, ദെൻ അടുത്ത കോളം, ദെൻ അടുത്തത്, ഇങ്ങനെയാണ് കുട്ടികൾ ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ടീച്ചർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, എല്ലാ കുട്ടികൾക്കും പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നിട്ട് പേപ്പർ തിരിച്ച് കളക്ട് ചെയ്യണം. എനിക്ക് കുട്ടികളുടെ നിന്ന് പേപ്പർ തിരിച്ച് കളക്ട് ചെയ്യും വേണം. റോൾ നമ്പർ ഓർഡറിൽ എനിക്ക് തിരിച്ച് ആൻസർ ഷീറ്റ് എല്ലാം സോർട്ട് ചെയ്യും വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലിരിക്കുന്ന ഫസ്റ്റ് കുട്ടിനോട് പറഞ്ഞു, ഈ ഒരു റോയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു കോളത്തിൽ വരുന്ന കംപ്ലീറ്റ് സ്റ്റുഡൻസിന്റെയും ആൻസർ ഷീറ്റ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെയുള്ള ഈ ഒരു കുട്ടിനോട് പറഞ്ഞു, ഈ ഒരു സൈഡിലുള്ള കംപ്ലീറ്റ് കുട്ടിനോടും ആൻസർ ഷീറ്റ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു സൈഡിലുള്ള ഫസ്റ്റ് കുട്ടിനോട് പറഞ്ഞു, ഈ സൈഡിലുള്ള കംപ്ലീറ്റ് സ്റ്റുഡൻസിന്റെ ആൻസർ ഷീറ്റ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ത്, ഇവനോട് പറഞ്ഞു ഇതൊന്ന് സോർട്ട് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ ഇയാളോടും പറഞ്ഞു ഒന്ന് സോർട്ട് ചെയ്യാൻ, ഇയാളോടും പറഞ്ഞു ഇയാൾ കളക്ട് ചെയ്തിട്ടുള്ള ഷീറ്റുകളൊക്കെ സോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ആക്ച്വലി ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, അല്ല ടാസ്ക് ഡിവൈഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഡിവൈഡ് ചെയ്ത് ഇൻഡിപെൻഡന്റ്ലി പാരലലി അവരെന്ത് ചെയ്യണം, സോർട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് പെട്ടെന്ന് സോർട്ട് ചെയ്ത് കിട്ടും. എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതിന് സോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടെ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് സോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഫൈനലി എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇതിലുള്ള സോർട്ട് ചെയ്ത് കിട്ടിയ ആൻസർ ഷീറ്റും ഇതും തമ്മിൽ എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം, അല്ലേ?
അതേപോലെ ഇതും തമ്മിൽ നോക്കിയിട്ട് ഈ 3 ബഞ്ച് ഓഫ് ആൻസർ ഷീറ്റ് നോക്കിയിട്ട് ഓരോ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഫൈനലി സോർട്ടഡ് ലിസ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇതാണ് ഞാൻ ചെയ്ത അന്നത്തെ പ്രൊസീജിയർ. ഇതൊരു ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു എക്സാമ്പിളൊന്നും എഴുതി വെക്കരുത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൺസെപ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അടുത്ത ക്വസ്റ്റൻ എന്താണ്? എക്സ്പ്ലെയിൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് ഓഫ് പ്രോബ്ലം സോൾവിംഗ്. അപ്പോൾ പ്രോബ്ലം സോൾവിംഗിലെ മൂന്നാമത്തെ സ്ട്രാറ്റജി, ഫസ്റ്റ് സ്ട്രാറ്റജി എന്താണ്? ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്. സെക്കൻഡ് സ്ട്രാറ്റജി ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ്. മൂന്നാമത്തെ സ്ട്രാറ്റജി ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഇതും ഒരു ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിങ് ദ റിസൾട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതായത് ഓരോ സ്റ്റെപ്പ് സോൾവ് ചെയ്യുമ്പോഴും, ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നെന്ന് പറഞ്ഞു അല്ലേ, ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളെ സോൾവ് ചെയ്യണം. ഈ ഓരോ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ സോൾവ് ചെയ്യുമ്പോഴും അവിടെ കിട്ടുന്ന റിസൾട്ടിന് എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയെങ്കിലും സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വലിയൊരു ടാസ്ക് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അവിടെ ആ സോൾവ് ചെയ്യുന്നതിനകത്ത് ഈ കുഞ്ഞു കുഞ്ഞു ടാസ്കിനകത്ത് ചെയ്ത റിസൾട്ടുകൾ ചിലപ്പം ആവശ്യം വരും. ഇതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനും വേണ്ടി എന്ത് ചെയ്യാം, ഈ കുഞ്ഞു കുഞ്ഞു ടാസ്കിനകത്ത് സോൾവ് ചെയ്ത് കിട്ടിയ റിസൾട്ടിന് എന്ത് ചെയ്യാം, എവിടെയെങ്കിലും സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ ചെയ്യുന്ന ടാസ്ക്. സോ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് ബൈ ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു സിംപ്ലർ സബ് പ്രോബ്ലംസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ സോൾവിങ് ഈച്ച് സബ് പ്രോബ്ലം ഓൺലി വൺസ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് സ്റ്റോറിങ് ദ റിസൾട്ട് ടു അവോയ്ഡ് റിഡൻഡന്റ് കമ്പ്യൂട്ടേഷൻ. റിപ്പീറ്റ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഒഴിവാക്കാനും വേണ്ടി, റിഡൻഡൻസി ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ പറയുന്നത്. So the underlying idea is to avoid calculating the same result twice. This is usually accomplished by constructing a table in memory and filling it with known result as they are calculated. അതിന് പറയുന്ന പേരാണ് മെമ്മറൈസേഷൻ. റിസൾട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ടേബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. സോ ദീസ് റിസൾട്ട്സ് ആർ ദെൻ യൂസ്ഡ് ടു സോൾവ് ലാർജർ സബ് പ്രോബ്ലംസ്. വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഈ റിസൾട്ടിനെ പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഡൈനാമിക് മെമ്മറിയിൽ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. സോ ഇവിടെ എന്താണ് ആക്ച്വൽ പ്രൊസീജിയർ? എന്താണ്? ഐഡന്റിഫൈ ദ സബ് പ്രോബ്ലംസ്, ഡിവൈഡ് ദ മെയിൻ പ്രോബ്ലം ഇൻ ടു സ്മോളർ ഇൻഡിപെൻഡന്റ് സബ് പ്രോബ്ലംസ്, സ്റ്റോർ ദ സൊല്യൂഷൻ, then build up the solution, use the stored solution to build up the solution to the main problem, അവോയ്ഡ് റിഡൻഡൻസി. ഈ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ടാസ്കുകൾ. എക്സാമ്പിൾ, ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ എ ഗ്രിഡ്. നിങ്ങൾക്ക് ഒരു ഗ്രിഡ് തന്നിട്ടുണ്ട്, അതിനകത്തുനിന്ന് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടെത്തണം എന്ന് വെക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആ ഗ്രിഡോട് ചെറുതായിട്ട് വരക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ കാര്യം. ബാക്ക് ട്രാക്കിംഗ് മെത്തേഡിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ എൻഡിങ് പോയിന്റിലോട്ട് എത്തിക്കണം. ഈ എൻഡിങ് പോയിന്റിലോട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് പല പാത്തുകൾ ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷെ അതിലത് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ടാസ്ക്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് റൈറ്റിലോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. ഡയഗണലി മൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആ പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഷോർട്ടസ്റ്റ് പാത്ത്, എൻഡിലോട്ട് എത്താനുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ള ടാസ്ക്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് ഇതിനകത്ത് കൊടുത്തുള്ള സ്ലൈഡിനകത്തുള്ള കണ്ടന്റ് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് പറയാണ്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്ത് ചെയ്യാം, ഇതിനെ ഡിവൈഡ് ചെയ്യണം, ടാസ്കിനെ ഡിവൈഡ് ചെയ്യണം, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആക്കിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഈ പാത്ത് ഈ എൻഡിലോട്ട് എത്താൻ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് എവിടുന്നൊക്കെ വരിക, ഒന്നെങ്കിൽ ഇവിടുന്ന് വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് വരാം, അല്ലേ? ആ 2 സെല്ലിൽ നിന്ന് വരുള്ളൂ, അല്ലേ? അപ്പോൾ ഇതിൽ ഷോർട്ടസ്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. എവിടുന്ന് വരുമ്പോഴാണ് ഷോർട്ടസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് എത്തുന്നത്. ഇതിനൊക്കെ ഓരോ കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. കോസ്റ്റ് വാല്യൂ എന്നാണ് പറയാം. ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ബാംഗ്ലൂരിലോട്ട് പോകാൻ നിങ്ങൾക്ക് പല പാത്തുകളുണ്ട്. ഏത് പാത്തിലൂടെ പോയാലാണ് ഷോർട്ടസ്റ്റ് പാത്ത് എന്നുള്ളതും കോസ്റ്റ് മിനിമം ഏതാണെന്നുള്ളതാണ് നിങ്ങളെ കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പൊ നിങ്ങൾ ഏത് റൂട്ടിലൂടെ പോയാലാണ് കോസ്റ്റ് മിനിമം എന്ന് കണ്ടെത്തണം.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫസ്റ്റ് ഈ സെല്ലിലോട്ട് വരാനുള്ള പാത്ത് ഒന്നുകിൽ ഇങ്ങനെ വന്നാലാവും കോസ്റ്റ് കുറയുക, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരുമ്പോഴാവും കോസ്റ്റ് കുറയും. അപ്പോൾ അത് ഏത് സൈഡിൽ നിന്നാണ് വരുമ്പോൾ കോസ്റ്റ് കുറവെന്ന് ആദ്യം കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യാം, അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, അല്ലെങ്കിൽ സോറി ടോപ്പ് ആണെങ്കിൽ ടോപ്പ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എബോവ്, അതാണ് ഇവിടെ പറഞ്ഞത്, സെൽസ് ഡയറക്ട്ലി എബോവ് ആൻഡ് ടു ദ ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്ന് വരുമ്പോഴാണോ ടോപ്പിൽ നിന്ന് വരുമ്പോഴാണോ കോസ്റ്റ് കുറവെന്നുള്ളത് എന്ത് ചെയ്യാം, ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കുക, കണ്ടെത്തിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ഇപ്പൊ സപ്പോസ് ടോപ്പിൽ നിന്ന് വന്നപ്പോഴാണ് കോസ്റ്റ് കുറവെങ്കിൽ ഈ സെല്ലിലോട്ട് എത്താൻ ഇവിടുന്ന് വരുമ്പോഴാണോ എന്നുള്ളത് കണ്ടെത്തുക. അങ്ങനെ ഇത് ഇൻക്രിമെന്റ് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരെ പോവുക. അപ്പോൾ ഓരോ ഐട്രേഷനിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് ചെറിയ യൂണിറ്റുകളിലോട്ടുള്ള കോസ്റ്റുകൾ കണ്ടെത്തിയിട്ട് അത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സേവ് ചെയ്ത ടേബിൾ ഡാറ്റ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള സുഖമല്ലേ. ആ ടേബിളിനകത്ത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ, ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാലാണോ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാലാണോ കോസ്റ്റ്, റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാലാണോ ഡൗണിലോട്ട് പോയി കഴിഞ്ഞാലാണോ കോസ്റ്റ് കുറവെന്നുള്ളത് ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാത്ത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തിക്കൂടെ. അതാണ് ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ എ ഗ്രിഡ് കണ്ടെത്താനുള്ള ഇത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത്, ഇത് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫിബോനാസ്കി സീരീസ് പ്രിന്റ് ചെയ്യാനുള്ള മെത്തേഡ്. എന്താണ് ഫിബോനാസ്കി സീരീസ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതായത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ഫിബോനാസ്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെയും അതിന്റെ മുമ്പത്തെയും നമ്പറുകളുടെ സമ്മാണ് ഫിബോനാസ്കി നമ്പർ. അപ്പൊ അഞ്ചാമത്തെ ഫിബോനാസ്കി നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സീരീസിൽ അഞ്ചാമത്തെ ഫിബോനാസ്കി നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ ഫിബോനാസ്കി നമ്പർ കണ്ടെത്തണം, അതേപോലെ മൂന്നാമത്തെ ഫിബോനാസ്കി നമ്പറും കണ്ടെത്തണം. ഈ രണ്ട് നമ്പറുകളുടെ സമ്മാണ് അഞ്ചാമത്തെ ഫിബോനാസ്കി നമ്പർ. അപ്പൊ നാലാമത്തെയും മൂന്നാമത്തെയും കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലെ വാല്യൂ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, മൂന്നാമത്തെയും നാലാമത്തെയും കണ്ടെത്തണം. മൂന്നാമത്തെ ഫിബോനാസ്കി നമ്പർ എന്താണ്, രണ്ടാമത്തെയും ഒന്നാമത്തേനും സമ്മാണ്. നാലാമത്തെ ഫിബോനാസ്കി നമ്പർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെയും രണ്ടാമത്തേനും സമ്മാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്പറുകൾ ഇല്ല. അപ്പൊ അതിന്റെ ഫിബോനാസ്കി നമ്പർ കണ്ടെത്തണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് വരെ 0th പൊസിഷനിൽ അല്ലെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫിബോനാസ്കി നമ്പർ കണ്ടെത്തിയിട്ട് ആ റിസൾട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. ആ സ്റ്റോർ ചെയ്ത റിസൾട്ടിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അടുത്ത നമ്പറുകളുടെ സമ്മ് കാണാം. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോയിക്കൂടെ. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നാലാമത്തെ ഫിബോനാസ്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൂന്നാമത്തെയും രണ്ടാമത്തെയും ഫിബോനാസ്കി നമ്പറുകളുടെ സമ്മാണ് അല്ലെ. n-1ഉം n-2 ആണ്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ ഫിബോനാസ്കി നമ്പർ കണ്ടെത്താൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, f2 കാണണം, f1ഉം കാണണം അല്ലെ. f2 കാണാൻ f1ഉം വേണം, f0യും വേണം. പക്ഷെ നമ്മൾ f1 നേരത്തെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ f2 കാണാനും വേണ്ടിയിട്ട് വീണ്ടും f1 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ f2 കാണുന്നുണ്ടെങ്കിൽ f1ഉം വേണം, f0യും വേണം അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ f2 കാണാൻ f0യും f1ഉം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അത് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ നമ്മളെ അടുത്ത ടാസ്ക് എന്താണ്, f2 കാണാനാണ്. f2 കാണാനുള്ള ഓൾറെഡി നമ്മളെ കയ്യിൽ f1ഉം f0യും ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വി ക്യാൻ യൂട്ടിലൈസ് ദിസ് വാല്യൂ. ഇതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ ചെയ്യുന്ന ടാസ്ക്. സോ ഹിയർ സബ് പ്രോബ്ലംസ് ആർ f0, f1, f2, f3 അങ്ങനെ പോകും. ദെൻ സ്റ്റോർ ദ റിസൾട്ട്, ബിൽഡ് അപ്പ് ദ സൊല്യൂഷൻ, അവോയ്ഡ് റിഡൻഡൻസി. അപ്പൊ എക്സാമിന് നന്നായിട്ട് പഠിച്ചു എഴുതല്ലോ അല്ലേ. നമുക്കിതിലൂടെ സ്റ്റോപ്പ് ചെയ്യല്ലേ. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.